ഹലോ ഗൈസ്, പൊന്നാച്ചി 1ാം ക്ലാസ്സിൽ കയറിയ പിന്നെ പൊന്നാച്ചിനേക്കാളും കൂടുതൽ ടെൻഷൻ എനിക്കാണ് കേട്ടോ. കാരണം എന്തായിരിക്കും നാളെ എന്തായിരിക്കും പഠിപ്പിക്കുന്നത്, എന്തായിരിക്കും പഠിപ്പിക്കുന്നത് എന്നൊക്കെ. അവളെ പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങൾ അവളെക്കാളും കൂടുതൽ എനിക്കാട്ടോ നന്നായിട്ട് അറിയാവുന്നേക്കൾ. അവളുടെ ക്ലാസ്സിൽ എന്ത് നടന്നെന്നുള്ള കാര്യം എനിക്ക് നല്ലപോലെ അറിയാം കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കർഷക ദിനത്തിൻ്റെ അന്നൊരു അരിവാൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറഞ്ഞു കേട്ടോ. ഉണ്ടാക്കി കൊടുക്കാനല്ല, കർഷകത്തിൻ്റെ വേഷം കെട്ടിയാൽ മതിയായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു അരിവാളും കുറച്ച് പുല്ലൊക്കെ കെട്ടി കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അരിവാൾ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും ചെയ്യുന്നത് ഭയങ്കര ഈസി ആയിട്ടാണ് പല കാര്യങ്ങളും. പക്ഷേ നമ്മളത് ചെയ്തു വരുമ്പോഴവിടെ ഇച്ചിരി പാടായിട്ട് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു ആക്രി ചേട്ടൻ ഉള്ളതുകൊണ്ട് ആക്രി സാധനങ്ങൾ എമ്പടി നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് നമുക്ക് ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കാം കേട്ടോ. ചേട്ടൻ എന്നോട് പറഞ്ഞു, നീ എന്തിനാടി ഇങ്ങനെ ബേസ് ബോർഡൊക്കെ കണ്ടിച്ച് കളയുന്നത്, പുറകുവശത്ത് എന്തോരം അരുവേ ഇരിക്കുന്നത്, നീ ഒരു കാര്യം ചെയ്യുക, അരുവേക്കോട്ട് ഒരെണ്ണം എടുത്ത് കൊച്ചിന് കൊടുത്തു വിടാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, പോ ചേട്ടായി ഒന്ന്, കാരണം ഒറിജിനൽ അരുവിയാണ് പിള്ളേർക്ക് കൊടുത്തു വിടുന്നത്. കാരണം പിള്ളേർക്ക് കലാപരമായ കഴിവുകൾ, കലാപരമല്ല എന്താ പറയുക, അങ്ങനത്തെ എന്തോ കഴിവുകളില്ലേ, അങ്ങനത്തെ സൃഷ്ടിക്കുകയല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അവരെങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ കണ്ടുപിടിച്ച് അവർക്കും നാളെ ഒരു കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ അവരും കണ്ടുപിടിക്കണ്ടേ എന്ന് ഞാനും പറയുകയും ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ ബേസ് ബോർഡിനകത്തൊരു ചെറിയൊരു അരുവയുടെ പടമൊക്കെ വെട്ടിയിട്ടാണ്. അരുവയുടെ പടമൊന്നും വരയ്ക്കാനൊന്നും അറിയത്തില്ല, എന്നാലും ഒരു വിധത്തിലൊക്കെ ഞാൻ തട്ടിച്ച് ഒപ്പിച്ചെടുത്ത് സംഭവം വെട്ടിയെടുത്ത് കേട്ടോ. വെട്ടിയെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കത്രിക കയറുകയില്ലായിരുന്നു, കാരണം നല്ല കട്ടിയായിരുന്നു കേട്ടോ ആ ബേസ് ബോർഡിനെ. അങ്ങനെ നമ്മളിത് ഏകദേശമൊക്കെ അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഇതിൻ്റെ പിടിക്ക് എന്നാ ചെയ്യേണ്ടത് ഇതൊന്നും നമുക്കറിയത്തില്ല, കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഞാനൊരു കാര്യം ചെയ്തു, ഇതിൻ്റെ പിടിക്ക് വേണ്ടി വേറൊരു 2-3 ബേസ് ബോർഡും കൂടെ കൂടി ഫിറ്റ് ചെയ്തിട്ട് അതങ്ങോട്ട് നമ്മുടെ ഇൻസുലേഷൻ ടേപ്പ് വെച്ച് അങ്ങോട്ട് ഒട്ടിച്ചു വിടുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ കുറച്ചൊക്കെ കട്ടി കിട്ടുകയല്ലേ. അപ്പം നമ്മുടെ അരിവയുടെ ഷേപ്പ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതേ ഇങ്ങനെയൊക്കെ ഒരു ഷേപ്പിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ഒട്ടിക്കാൻ തുടങ്ങുവാണേ. പൊട്ടിച്ച് കഴിഞ്ഞാൽ ഈ സംഭവം നേരെ നിൽക്കുകയില്ല കേട്ടോ, കാരണം സംഭവത്തിന് വലിയ കട്ടിയില്ലല്ലോ. കട്ടി ഉണ്ടെങ്കിലും ആ ഒരു അരിവാൾ പോലെ നേരെ നിൽക്കാനത് പറ്റത്തില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇന്നത് ചെയ്യണ്ടേന്ന് ആലോചിച്ചിട്ട് ഒരു ഇതുമില്ല. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഒരു നൂൽക്കമ്പി ഇങ്ങനെ വട്ടം അങ്ങ് പാകി കൊടുത്തായിരുന്നെങ്കിൽ അതങ്ങനെ നേരെ നിൽക്കുമെന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ നൂൽക്കമ്പി പാകി കൊടുക്കണമെങ്കിൽ നമ്മൾ നൂൽക്കമ്പി തപ്പണമെങ്കിൽ ഇച്ചിരി പാടാണല്ലോ. അപ്പോൾ നൂൽക്കമ്പി തപ്പാൻ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഓർത്തു ഇനിയിപ്പോൾ വല്ല ഈർക്കിളിയോ അങ്ങനെ എന്തെങ്കിലും സാധനം വെച്ച് നമ്മുടെ ഈ ഇൻസുലേഷൻ ടേപ്പും വെച്ച് ഒട്ടിച്ച് വിടുവാണെങ്കിൽ കുറച്ചൊക്കെ നിൽക്കുമായിരിക്കുന്നേ. കണ്ടോ, അങ്ങനെ ഞാൻ ഈർക്കിളി വളച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേയൊക്കെ നിന്നു, ഒത്തിരി ഒന്നും നിന്നില്ല കേട്ടോ. കാരണം ഇച്ചിരി കുഞ്ഞ് ഈർക്കിളിയല്ലേ നമ്മളങ്ങനെ വെക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇത് ഒടിഞ്ഞു പോവേ. അങ്ങനെ അതുകൊണ്ട് നമ്മൾ പേപ്പർ നല്ല സെറ്റായിട്ട് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. പേപ്പർ ഒട്ടിച്ച് വിടുവാണ്. പേപ്പറിനകത്തറെ ഇതടിക്കാനാട്ടോ, ഞാൻ കളറടിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ നമ്മുടെ പശ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നമ്മൾ ഈ പേപ്പറൊക്കെ ഒട്ടിക്കുന്ന പശയായതുകൊണ്ട് നല്ല സെറ്റായിട്ട് നിൽക്കുന്നില്ലായിരുന്നു കേട്ടോ. എന്നാൽ ഫ്ലെക്സ് കുക്ക് ഒട്ടിച്ചിട്ടും അത് സെറ്റപ്പായിട്ട് അത് ഒട്ടുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഒട്ടിച്ച് വരുമ്പോഴല്ലോ നമ്മുടെ കയ്യിലുള്ളതും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ഒരു ഭംഗിയില്ലാതെ അങ്ങ് വരുക കേട്ടോ, ഒട്ടിച്ച് വരുമ്പോഴേ. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി, കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് സെറ്റാവുന്നില്ലല്ലോ എന്ന് ഓർത്ത് കേട്ടോ. അപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത് കേട്ടോ. നമ്മളിത് ഒട്ടിച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് ആ അരിവാളിൻ്റെ ആകൃതി തന്നെ സംഭവം വൈറ്റ് പേപ്പർ നമ്മൾ കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് മേലെ അങ്ങോട്ട് ഒട്ടിച്ചങ്ങ് വിടുവാണെങ്കിൽ ഒറ്റ ഇതുപോലെ ഇരിക്കുമല്ലോ. അല്ലാതെ നമ്മളിതുണ്ട് ആ ഈർക്കിളിയും ആ ഇൻസുലേഷനും കാണാത്ത രീതിയിലാണ് ഞാനിങ്ങനെ പേപ്പർ ഒട്ടിച്ച് വിടുന്നത് കേട്ടോ. അങ്ങനെ ഒട്ടിക്കുക, അല്ലാതെ പിന്നെ എങ്ങനെ ഒട്ടിക്കണേന്ന് എനിക്ക് മനസ്സിലൊരു ഐഡിയ ഇല്ല. നേരത്തെ ഐഡിയ ഉണ്ടായിരുന്നു, ഇത് ചുമ്മാ അങ്ങോട്ട് വട്ടം പേപ്പർ ചുറ്റി വിട്ടാൽ മതി എന്ന് ഓർത്തുകൊണ്ടിരുന്നത്. പക്ഷെ നമ്മൾ ഓർക്കുന്ന പോലെ എല്ലാ കാര്യങ്ങൾ നടക്കാൻ ഇച്ചിരി പാടായിരുന്നു. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്തു, അങ്ങനെ തന്നെ ചെയ്യാമെന്ന് ഓർത്ത് കേട്ടോ. ഒട്ടുകയിലായിരുന്നു, ആ പശ നല്ല രീതിയിൽ ഒട്ടുന്നതല്ലായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ചിക്ക് ഓരോ സാധനങ്ങൾ വേണമെന്നൊക്കെ പറഞ്ഞ് കുഞ്ചിയും കിടന്ന് വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നമ്മളത് നല്ല സെറ്റപ്പായിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. സെറ്റപ്പൊന്നും അല്ല, അത്യാവശ്യമൊക്കെ കേട്ടോ. പശ വെച്ച് ഒട്ടിച്ചിട്ട് എൻ്റെ കൈ പശ പറ്റുന്നതല്ലാതെ അതിനകത്ത് ആ പേപ്പർ ഒട്ടുന്നില്ലായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മളിത് കൊണ്ട് അതുപോലെ നമ്മൾ വരച്ചെടുത്തിട്ട് ആണ് നമ്മൾ പേപ്പറിൻ്റെ അവിടെ വെച്ച് ഈ അരിവാളിൻ്റെ ഷേപ്പിൽ നമ്മൾ വെട്ടിയെടുത്ത ശേഷം അരിവാൾ പുറമേ ഒരെണ്ണം ഒട്ടിച്ചു കൊടുത്തു, പുറകുവശത്ത് നമ്മൾ ഒരെണ്ണം ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഒട്ടിച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യമൊക്കെ പിടിച്ചിരുന്നോളും. വലിയ ഫിനിഷിംഗ് ഒന്നും വരുന്നൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലായിരുന്നു എന്ന് തോന്നി കേട്ടോ. പൊന്നാച്ചിനെയൊക്കെ പറ്റിക്കാനല്ലേ അത്യാവശ്യമൊക്കെ മതി കേട്ടോ. എന്നാലും ക്ലാസ്സിലൊക്കെ പിള്ളേരുടെയൊക്കെ മുന്നിൽ നല്ല മിടുക്കിയായിട്ടിരിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു ചൂല് ആണ് നമ്മളവിടെ കൊണ്ടുവച്ചേക്കുന്നത്. എന്തിനാണെന്നറിയാമോ, ഈർക്കിളിക്ക് വേണ്ടി കൊണ്ടുവച്ചതാണ് കേട്ടോ. കാരണം ചൂലേന്നാണ് ഞാൻ ഈർക്കിളി എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫൈനൽ ലുക്ക് ഇത് ഈ ഒരു സെറ്റിലായിട്ടങ്ങ് വന്നിട്ടുണ്ട് കേട്ടോ. അത് ഈ ഒരു ഷേപ്പാട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. കാരണം നമ്മുടെ ചെറിയൊരു സംഭവം നമ്മൾ അറിയത്തില്ലാത്ത ആൾക്കാരുണ്ടാക്കിയ സംഭവം കേട്ടോ. അറിയാവുന്ന ആരാണെങ്കിൽ കുഴപ്പമില്ല, അറിയത്തില്ലാത്തവരുണ്ടാക്കിയതാണ്. പക്ഷേ അവൾ ഒരുങ്ങിയൊക്കെ നിന്നപ്പോൾ നല്ല മിടുക്കിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ സ്വന്തമായിട്ട് ബ്ലൗസും തയ്ച്ച് എല്ലാം സെറ്റാക്കി കൊടുത്താണ് കേട്ടോ.
അപ്പോൾ നമ്മുടെ വാളിൻ്റെ പണിയെല്ലാം തീർന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പൊന്നാച്ചി ഫൈനലായിട്ട് ഒരുങ്ങിയേക്കണം ഇതാട്ടോ. അടിപൊളി മിടുക്കത്തിയായിട്ടുണ്ടായിരുന്നു. ഞാനൊരു കെട്ട് പുല്ലൊക്കെ കൊടുത്താട്ടോ വിട്ടിട്ടുണ്ടായിരുന്നത്. ഭയങ്കര സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ലൈക്കും ചെയ്യണേ. ടാറ്റാ ബൈ ബൈ.